പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് മേഴ്സി തോമസ് എന്നാണ്. ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന പാസ്റ്റർ തോമസ് ഫിലിപ്പിൻ്റെ വൈഫാണ്. ഞാനൊരു അധ്യാപികയായിരുന്നു. സാൽവേഷൻ ആർമി മാനേജ്മെൻറ്റിൽ ഞാൻ ദീർഘവർഷം ജോലി ചെയ്യാൻ ദൈവം സഹായിച്ചു. അവസാന കാലങ്ങളിൽ ഞാൻ സ്കൂളിൻ്റെ ഹെഡ്മിസ്ട്രസ്സായിട്ട് പെൻഷനായി. ഇപ്പോൾ ഞാൻ വിശ്രമ ജീവിതത്തിലെ ഭവനത്തിലെ കൊച്ചുമക്കളോടൊത്ത് കഴിയുന്നു. 17ാമത്തെ വയസ്സിൽ എന്നെ വിവാഹം ചെയ്തതാണ് പാസ്റ്റർ തോമസ് ഫിലിപ്പ്. ഞാൻ അന്ന് പ്രീ ഡിഗ്രി കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിനിയായിരുന്നു. അതിനുശേഷം എനിക്ക് BScക്കും പിന്നീട് B.Edനും പോകുവാനിടയായി. പിന്നീട് ഒരു അധ്യാപികയായി ജോലി ചെയ്തു. പിന്നെ മിസ്സസ്സായി ജോലി ചെയ്ത് പെൻഷനായി. കർത്താവ് ഞങ്ങൾക്ക് 5 കുഞ്ഞുങ്ങളെയാണ് തന്നത്. 4 ആൺമക്കളും 1 പെൺകുട്ടിയുമായിരുന്നു. അതിൽ പെൺകുട്ടി അവളുടെ ചെറിയ പ്രായത്തിൽ കടന്നുപോയി. അതിനുശേഷം ഈ അടുത്ത 2022 എൻ്റെ മൂത്ത മകനും എന്നെ വിട്ട് കടന്നുപോയി. 2021 ഒക്ടോബർ മാസം 5-ാം തീയതി എൻ്റെ ഭർത്താവ് പാസ്റ്റർ തോമസ് ഫിലിപ്പ് താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. തൻ്റെ അവസാന നിമിഷം വരെയും കർത്താവിൻ്റെ ശുശ്രൂഷ വിശ്വസ്തയോടെ ചെയ്തു എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അതിനൊരു ഉദാഹരണമാണ് താൻ കിടക്കയിൽ വളരെ രോഗിയായി എറണാകുളം ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ പോയി. അവിടെ നിന്ന് അവർ പറഞ്ഞു വീട്ടിൽ കൊണ്ടുപോകും, വീട്ടിൽ വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞ് അവരുടെ ആംബുലൻസിൽ ഞങ്ങൾ ഇവിടെ വന്നു. ആ സമയത്ത് താൻ തൻ്റെ ഓഫീസ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ലത സഹോദരിയോട് പറഞ്ഞു, അവിടെ ബൈബിൾ ഇരിപ്പുണ്ട് ഓഫീസിൽ. കടന്നു വന്ന ആ ഡ്രൈവർക്കും കൂടെ വന്ന നേഴ്സിനും ഓരോ ബൈബിൾ കൊടുക്കണമെന്ന് പറഞ്ഞു. അതവർക്ക് കൊടുത്തു. അതവർക്ക് വളരെ സന്തോഷമായിരുന്നു. അങ്ങനെ അവസാനം വരെയും താൻ കിടക്കയിൽ ആയിരിക്കുന്ന സമയത്തും കർത്താവിൻ്റെ വേലയിൽ തന്നാലാവോളം ചെയ്തു. എൻ്റെ 17 വയസ്സിൽ എന്നെ വിവാഹം കഴിച്ച് പായിപ്പാട് പേച്ചാൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ബൈബിൾ കോളേജ് ഒന്നും ഇല്ലായിരുന്നു. എന്നാൽ അന്ന് അവിടെ നടന്ന സുവിശേഷ വേലയെന്ന് പറയുന്നത് എല്ലാ അവധിക്കാലങ്ങളിലും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു VBSഉം അതേ തുടർന്ന് എല്ലാ രാത്രികളിലും ഒരു കൺവെൻഷനും അവിടെ നടക്കുമായിരുന്നു. കൂടാതെ എല്ലാ ബുധനാഴ്ചയും ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന ME ചാക്കോ സാറെ ഒരു ബൈബിൾ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു അവിടെ വച്ച്. ആ ചുറ്റുപാടുള്ള ധാരാളം മർത്തോമ കുടുംബത്തിൽപ്പെട്ട പ്രിയപ്പെട്ടവർ കടന്നു വന്ന് ആ ബൈബിൾ ക്ലാസ്സിൽ സംബന്ധിക്കുമായിരുന്നു. അതൊക്കെയും അവർക്ക് അനുഗ്രഹമായിരുന്നു. അതിനുശേഷം ഏതാണ്ട് 72 VBSനെ തുടർന്ന് അന്ന് VBS പഠിപ്പിക്കാനായിട്ട് VBSൻ്റെ ഡയറക്ടറായിട്ട് കടന്നു വന്ന പാസ്റ്റർ ഏബ്രഹാം മാത്യൂസ് സാറിൻ്റെ നേതൃത്വത്തിൽ VBS കഴിഞ്ഞപ്പോൾ ഒരു സഭായോഗം അവിടെ ആരംഭിച്ചു. എല്ലാവരെയും വിദ്യാഭ്യാസം ചെയ്യിക്കണം, എല്ലാവരുടെയും ഒരു വളർച്ചയിൽ മുൻഗണന കൊടുത്തിരുന്ന ആളാണ്. മറ്റൊരാളെ എത്രയും ഉയർന്നു കാണണം എന്നുള്ളതായിരുന്നു തൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി ആ സമയത്ത് അതിനെ തുടർന്ന് ഒരു ബൈബിൾ ക്ലാസ് അവിടെ ആരംഭിച്ചു. അതിൻ്റെ പേര് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇവാഞ്ചലിസം എന്നാണ്. അതിൻ്റെ പ്രിൻസിപ്പാളായിട്ട് ബഹുമാനപ്പെട്ട കാനമച്ചൻ ചില വർഷങ്ങൾ ഇരുന്നു. ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട പല ദൈവദാസന്മാരും അവിടെ അധ്യാപകരായിരുന്നു. പാസ്റ്റർ PN സക്കറിയ, പാസ്റ്റർ Y സക്കറിയ, പാസ്റ്റർ ND ഫിലിപ്പ്, TC ഈശോ, TG ഈശോ, ഇങ്ങനെ നീണ്ട ഒരു നിര, VA തോമസ് സാറെ, ഇങ്ങനെ നീണ്ട ഒരു നിര അവിടുത്തെ അധ്യാപകരായിരുന്നു. എന്നാൽ വേവിച്ചായൻ്റെ അവർ 4 ആൺമക്കളായിരുന്നു, 2 പെൺമക്കളും ആയിരുന്നു അവരുടെ കുടുംബത്തിൽ സഹോദരങ്ങളെ. ഞാൻ എൻ്റെ ഭവനത്തിലെ എൻ്റെ മാതാപിതാക്കളുടെ ഏക മകളായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് എൻ്റെ മാതാപിതാക്കളുടെ എനിക്ക് തന്ന
വസ്തുവകകളിലാണ് ഞാനിവിടെ താമസിക്കുന്നത്. പായിപ്പാട് ഇപ്പോൾ ബൈബിൾ കോളേജ് ഇരിക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് ബേറ്റാൻ്റെയൊക്കെ കുടുംബ സ്ഥലമാണ്. അവരെ 4 ആൺമക്കളും 2 പെൺകുട്ടികളുമായിരുന്നു. മൂത്തയാളെ ഡോക്ടർ ജോർജ് ഫിലിപ്പ്, അദ്ദേഹം മരിച്ചുപോയി. പിന്നീട് ഡോക്ടർ ഏബ്രഹാം ഫിലിപ്പ്, അതിൻ്റെ ഇളയത് PP മാത്യൂസ് തരകൻ, പിന്നേതാണ് തോമസ് ഫിലിപ്പ്. സഹോദരിമാരെ 2 പേരും നിത്യതയിൽ പ്രവേശിച്ചു. ഇപ്പോഴേക ജീവനോടിരിക്കുന്ന PP മാത്യൂസ് തരകൻ മാത്രമാണ്. അദ്ദേഹത്തിന് 5 പെൺമക്കളാണ്. അതിലെ 3 പേരെ അമേരിക്കയിലുള്ളത് കൊണ്ട് അദ്ദേഹം അമേരിക്കയിൽ മക്കളോടൊത്ത് കഴിയുന്നു. ഇവരെല്ലാം ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചു. അതുകൊണ്ടാണ് ഈ ബൈബിൾ കോളേജ് വളരാൻ ഇടയായത്. അങ്ങനെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇവാഞ്ചലിസം എന്ന് പറഞ്ഞ ആ സ്ഥാപനം ചില വർഷങ്ങൾക്ക് ശേഷം 1-2 വർഷങ്ങൾക്ക് ശേഷം അത് നിത്യതയിൽ വിശ്രമിക്കുന്ന ഡോക്ടർ ഏബ്രഹാം ഫിലിപ്പ്, അദ്ദേഹം ഈ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇവാഞ്ചലിസം തുടങ്ങിയ കാലത്തെ അദ്ദേഹം അമേരിക്കയിലായിരുന്നു കുടുംബമായിട്ട്. അതിനുശേഷം അദ്ദേഹം 75 തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, അമേരിക്കയിൽ നിന്ന് മടങ്ങി വന്ന് ഈ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇവാഞ്ചലിസം എന്നുള്ള പ്രസ്ഥാനത്തിൻ്റെ പേര് മാറ്റി ന്യൂ ഇന്ത്യ ബൈബിൾ കോളേജ് എന്നായി. ഇപ്പോഴത് ന്യൂ ഇന്ത്യ ബൈബിൾ സെമിനാരി എന്നാണ് അറിയപ്പെടുന്നത്. തലമുറകൾ മാറി മാറി വന്നപ്പോൾ പേരുകൾക്കും മാറ്റം വന്നു. അങ്ങനെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇവാഞ്ചലിസം ന്യൂ ഇന്ത്യ ബൈബിൾ കോളേജായി. ന്യൂ ഇന്ത്യ ബൈബിൾ കോളേജ് ഇപ്പോൾ ന്യൂ ഇന്ത്യ ബൈബിൾ സെമിനാരി ആയിട്ടാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ഒരു നല്ല ഉദ്ദേശത്തോടെയാണ് എൻ്റെ പ്രിയ ഭർത്താവ് പാസ്റ്റർ തോമസ് ഫിലിപ്പ് ഈ പ്രസ്ഥാനം ആരംഭിച്ചത്. അതുകൊണ്ടേ അത് വളർന്നുകൊണ്ടിരിക്കുന്നു. അതിന് യാതൊരു മുരടിപ്പും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ധാരാളം കുഞ്ഞുങ്ങളെ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും ന്യൂ ഇന്ത്യ ബൈബിൾ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളെ കാണാൻ കഴിയുന്നുണ്ട്. അതൊരു വളരെ സന്തോഷമാണ്. പിന്നീട് ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഞാൻ എൻ്റെ ജോലിയോടുള്ള ബന്ധത്തിലാണെങ്കിലും പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരുന്നിരുന്നത്. കഴിയുന്ന സമയങ്ങൾ മുഴുവൻ ഞാൻ ബേറ്റാൻ്റെ കൂടെ അതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ വേലയെ സഹായിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ഞങ്ങളുടെ 4 കുഞ്ഞുങ്ങളിൽ 3 പേര്, 2 പേരിപ്പോൾ വിദേശത്ത് ആയിരിക്കുന്നു. അവർ ജോലിയോടുള്ള ബന്ധത്തിലാണ്. ഒരാൾ മസ്കറ്റിലുണ്ട്. എൻ്റെ കൂടെ ഒരു മരുമകളും കുഞ്ഞുങ്ങളും എന്നോടൊപ്പം ഇവിടെ താമസിക്കുന്നു. ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട പല കർത്താവിൻ്റെ വേലകൾ നടക്കുന്നുണ്ട്. വെയിറ്റാൻ കടന്നുപോയെങ്കിലും വെയിറ്റാൻ 2000 തുടങ്ങി വെച്ച സഹോദരിമാരുടെ ഒരു പ്രവർത്തനമുണ്ട്, യൂണിയൻ ക്രിസ്ത്യൻ വിമൻസ് ഫെലോഷിപ്പ്. കോവിഡ് കാലത്തെ അതിന് ഒരല്പം അത് തുടർന്നുകൊണ്ട് പോകാൻ കഴിഞ്ഞില്ല. ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന പല സഹോദരിമാരും നമ്മുടെ PR ബേബി പാസ്റ്ററുടെ ചർച്ചിലെ ഇന്നത്തെ സീനിയർ പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ ബാബു ജോൺ, പാസ്റ്ററുടെ ഭാര്യ സിസി ബാബു ജോൺ, ഷീലാദാസ്, ഇങ്ങനെ മേഴ്സി തോമസ് കുമ്പനാട്, ഇങ്ങനെ ധാരാളം സഹോദരിമാർ ഉണ്ട്. പലരുടെയും പേരുകൾ എൻ്റെ മനസ്സിൽ നിന്ന് അങ്ങ് വിട്ടുപോകുന്നുണ്ട്. എന്നാലും ഇന്നും കഴിഞ്ഞ മാസവും ഇപ്പോൾ അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്നത് സിസ്റ്റർ ലില്ലിക്കുട്ടി ശൗമലാണ്. വളരെ അനുഗ്രഹകരമായി ആ മീറ്റിംഗ് എല്ലാ മാസത്തിൻ്റെയും 1ാമത്തെ ബുധനാഴ്ച ഒരു ചർച്ചക്കാർക്ക് വേണ്ടി മാത്രമല്ല, പല ചർച്ചിലുള്ളവരും പല സമുദായത്തിലുള്ളവരും കടന്നു വന്ന് ദൈവവചനത്തിൽ പങ്കാളികളാവുന്നുണ്ട്. ഇനിയും ബൈബിൾ കോളേജ് ഇപ്പോഴും അനുഗ്രഹകരമായി നടക്കുന്നു. പിന്നീട് ബേറ്റാനെ അപേക്ഷിച്ച് ഒക്ടോബർ 5-ന് 2021 ഒക്ടോബർ 5-ാം തീയതി താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. അതിനുശേഷം സഭകളുടെ ചുമതലയൊക്കെ ദൈവകൃപയാൽ നന്നായി പോകുന്നുണ്ട്. ധാരാളം സഭകൾ കേരളത്തിൻ്റെ അങ്ങും ഇങ്ങും ഉണ്ട്. ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ചിൻ്റെ ആരംഭം എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞല്ലോ, ആരംഭകാലത്ത് ബൈബിൾ കോളേജ് തുടങ്ങി. അതിലെ 2 വിദ്യാർത്ഥികളെ, അവർ 2 വിദ്യാർത്ഥികളല്ല, പലരും ഇങ്ങനെ ഭവന സന്ദർശനത്തിന് വേണ്ടി ശനിയാഴ്ചകളിൽ കടന്നു പോകുമായിരുന്നു. അങ്ങനെ തിരുവല്ലായുടെ അടുത്തുള്ള കൊമ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്തെ അവിടെ കടന്നുപോയി ഭവന സന്ദർശനം നടത്തുമ്പോൾ അന്നത്തെ 2 വിദ്യാർത്ഥികളെ അവിടെ ഒരു ചെറിയ ബൈബിൾ ക്ലാസ് തുടങ്ങി.
അവിടെയുള്ള ആളുകളെ കൂട്ടി അതിനുശേഷം അവിടെ ഒരു ഒരു ചെറിയ ഷെഡിലാണ് തുടങ്ങിയത്. ഒരു വീടിനോട് ചേർന്ന് ഒരു ഷെഡ് കെട്ടി അവിടെ ചർച്ച് തുടങ്ങി. അന്ന് ചർച്ചിന് വലിയ സാമ്പത്തികമായ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ ഇവിടെ നിന്ന് കൊമ്പാടിയിലേക്ക് നടന്നാണ് പോകുന്നത്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ വഴി ഒരു ഷോർട്ട് കട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ സന്ധ്യ മീറ്റിങ്ങിനൊക്കെ ഞങ്ങൾ പോകുമായിരുന്നു. അന്ന് സാമ്പത്തികമായിട്ട് ചർച്ചിന് ഒന്നും ഇല്ലായിരുന്നു എന്ന ഒരു കാലഘട്ടമാണ്. പല ചർച്ചുകളും ദൈവത്തിൻ്റെ കൃപയാൽ തുടങ്ങുവാനിടയായി. അതിൻ്റെയൊക്കെ ഒത്തിരി കഷ്ടപ്പാടുകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. പിൻബലം തരുവാൻ ആരുമില്ലായിരുന്നു. എങ്കിലും ദൈവം നടത്തി. ബൈബിൾ കോളേജിലെ കുട്ടികൾ തുടങ്ങിയ ആ സഭ പിന്നെ പായിപ്പാട്ട് തുടങ്ങി. അത് വളർന്ന് പന്തലിച്ച് അനേകർക്കതൊരു ആശ്വാസമായി. കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ, അത് ഗ്രാമപ്രദേശങ്ങളാണ് അധികവും സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ ഇടയിലായിരുന്നു ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ. അതൊക്കെയും വളർന്നു. ഇപ്പോൾ ഏതാണ്ട് കേരളത്തിൻ്റെ ഈ ഭാഗത്ത്, എനിക്ക് തോന്നുന്ന കോഴിക്കോട് പ്രദേശമൊന്നും എനിക്കറിയില്ല, എങ്കിലും ഈ ഭാഗത്ത് ഏതാണ്ട് 100ഓളം ചർച്ചുകളെ ബേയിച്ചാൻ മരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു. നടക്കാൻ പാടില്ല എന്ന് തോന്നുന്ന കാലഘട്ടത്തിലും താൻ കടന്നുപോയി സഭാ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുമായിരുന്നു. സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി കിട്ടുന്നതെല്ലാം ചിലവാക്കിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എനിക്ക് ഒരു ജോലി ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവകൃപയാൽ മറ്റ് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ ദൈവം സഹായിച്ചു. തനിക്ക് കിട്ടുന്നതെല്ലാം താൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു തോമസ് ഫിലിപ്പ്. ഒരു സഭയിൽ രോഗികളുണ്ടെങ്കിൽ കടന്നുപോയി അവരെ കാണുകയും തന്നാൽ കഴിയുന്നത് അവർക്ക് ചെയ്യുമായിരുന്നു. ബേയിച്ചാൻ്റെ മരണശേഷം എങ്ങനെയാണ് കൺവെൻഷനുകളൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ചുമതല പാസ്റ്റർ NC ജോസഫ് എന്ന് പറഞ്ഞ ആളിനാണ്. അദ്ദേഹം കോഴിക്കോട്ടായിരുന്നു. ഇപ്പോഴിവിടെ ചുമതലയിൽ പായിപ്പാട്ട് താമസിക്കുന്നു. കൂടാതെ പായിപ്പാട് ബൈബിൾ കോളേജിനടുത്തായി ഒരു സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൺകുട്ടികൾക്ക് വേണ്ടി ഒരു സ്ഥാപനം 1985 ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന ഡോക്ടർ എബ്രഹാം ഫിലിപ്പിൻ്റെ ചുമതലയിൽ തുടങ്ങുവാനിടയായി. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കായിരുന്നു. 85 മുതൽ 93 വരെ, 1993 വരെ അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ എനിക്കായിരിക്കാൻ ദൈവം സഹായിച്ചു. 100ഓളം കുട്ടികൾ അവിടെ പഠിച്ചിരുന്നു. സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു. വളരെ അനുഗ്രഹമായ രീതിയിൽ ആ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം സഹായിച്ചു. കുഞ്ഞുങ്ങളൊക്കെ അനുഗ്രഹം പ്രാപിച്ചു. അവരൊക്കെ ഇന്ന് പലരും ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലും ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഒക്കെയായി കഴിയുന്നുണ്ട്. അവരൊക്കെ പഠിച്ച് വളരുവാൻ ദൈവം സഹായിച്ചു. ഇവിടെ ഒരു ചെറിയൊരു ഹാളുണ്ട്, പ്രാർത്ഥനാലയമുണ്ട്. അവിടെ പല മീറ്റിങ്ങുകളും നടക്കുന്നുണ്ട്. ഞായറാഴ്ച ആരാധനയുണ്ട്. ഉച്ച കഴിഞ്ഞ് കോളേജിലെ കുട്ടികൾക്ക് വേണ്ടി ഒരു മീറ്റിംഗ് ഉണ്ട്. ചില വർഷങ്ങൾക്ക് മുൻപ് ഇവിടുത്തെ ഈ പ്രാർത്ഥനാ ഹാളിൽ, ഈ തിരുവല്ലായിലെ ചുറ്റുപാടിൽ ഉള്ള പല യൗവനക്കാരും കടന്നു വന്ന് ആരാധിച്ചു. അവർക്ക് നേതൃത്വം കൊടുത്തത് തിരുവനന്തപുരത്ത് നിന്ന് കടന്നു വന്ന് എൻജിനീയറിംഗ് കഴിഞ്ഞ അവിടെ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവരും ബാങ്ക് ജോലി ചെയ്യുന്നവരും ബിഷപ്പ് KP യോഹന്നാൻ്റെ മരുമകൻ ഡോക്ടർ ദാനിയൽ ജോൺസൺ ഉൾപ്പെടെയുള്ള ഒരു ടീം ഇവിടെ കടന്നു വന്ന് ഈ തിരുവല്ലായിലുള്ള പല യൗവനക്കാരെ കാണുകയും അവർക്ക് വേണ്ടി ഒരു മീറ്റിംഗ് ഈ പ്രാർത്ഥനാലയത്തിൽ നടത്തുകയും ചെയ്തു. ആ കടന്നു വന്ന എല്ലാ കുഞ്ഞുങ്ങളും രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നു. ദൈവം അവരെയെല്ലാം നല്ല ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ചു. കടങ്ങൾ മാത്രം ജീവിതത്തിൽ ഉണ്ടായിരുന്ന പല പ്രിയപ്പെട്ടവരെയും കർത്താവ് അവരറിയാതെ തന്നെ വിദേശ രാജ്യങ്ങൾ പല മുഖാന്തരങ്ങളിൽ കൂടി അയച്ച് അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കാൻ കഴിഞ്ഞു. എന്നാൽ ആ ആരാധന അങ്ങനെ ഒടുവിൽ വന്നപ്പോൾ പിന്നീട് എല്ലാവരും അന്ന് മീറ്റിങ്ങിൽ കടന്നു വന്ന എല്ലാവരും ഓരോ ജോലിയുള്ള ബന്ധത്തിലൊക്കെ കടന്നു പോകാൻ ഇടയായി.
അതിനുശേഷം ഇപ്പം കോളേജിൻ്റെ വിദ്യാർത്ഥികളുടേതായ ഒരു മീറ്റിംഗ് ഇവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ ഞങ്ങൾ തിരുവല്ലയുടെ പ്രദേശത്തെ ഞങ്ങൾ താമസിക്കുന്നു. ഞങ്ങൾ ഇവിടെ ആദ്യകാല പെന്തക്കോസ്ത് വിശ്വാസികളാണ്. അന്ന് ഇവിടെ എങ്ങും പെന്തക്കോസ്ത് വിശ്വാസികളില്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു. കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ഒരാളോട് ഒരു ഉദാഹരണമല്ല, സംഭവിച്ച കഥയാണ് പറഞ്ഞത്. തിരുവല്ല മെഡിക്കൽ ഒരു സന്ധ്യ ആയപ്പോഴേ ഒരു യൗവനക്കാരൻ ഇവിടെ കടന്നു വന്നു ഒരു നോട്ടീസുമായിട്ട്. അപ്പം ഞാൻ നോക്കി വായിച്ചു. അപ്പം പറഞ്ഞു, ഇതെവിടെയാണ് ഈ കൺവെൻഷൻ നടക്കുന്നതെന്ന് ചോദിച്ചു. ഒരു ബൈബിൾ കോളേജിലെ വിദ്യാർത്ഥിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഹൈ റേഞ്ചിൽ നിന്നാണ് കടന്നു അവധിക്കാലത്തെ. അപ്പം ഞാൻ നോക്കി ആ നോട്ടീസ് വായിച്ചപ്പോഴേ തിരുവല്ല മെഡിക്കൽ മിഷന് സമീപം എന്നാണ് അതിനകത്തുണ്ടായിരുന്നത്. എന്നാൽ ഈ നോട്ടീസ് വായിച്ച ആ കുട്ടി ഇത് വ്യക്തമായിട്ട് വായിച്ചില്ല. കൊടുങ്ങൂര് ഉള്ള തിരുവല്ല മെഡിക്കൽ മിഷൻ ആശുപത്രിക്ക് സമീപം ഉള്ള പന്തലിൽ നിന്നാണ് അദ്ദേഹം നേരെ തിരുവല്ല മെഡിക്കൽ മിഷൻ്റെ പരിസരത്തൊക്കെ വന്നിട്ട് ഇവിടെ എങ്ങും ഒരു കൺവെൻഷൻ നടക്കുന്നതായിട്ട് ആർക്കും അറിയില്ല. പെന്തക്കോസ്തുകാരും വളരെ കുറവാണ്, ആരും തന്നെ ഇല്ല. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഇവിടെ താഴെ ഒരു പാസ്റ്ററും കുടുംബമാണ്, അവിടെ ചെന്ന് ചോദിച്ചാൽ വ്യക്തമായിട്ട് അറിയാമെന്ന് പറഞ്ഞു. ഇവിടെ വന്ന് ഞാൻ ആ നോട്ടീസ് നോക്കിയാൽ പറഞ്ഞു, എൻ്റെ മോനെ ഇതിവിടെയല്ല, ഇത് അങ്ങ് കൊടുങ്ങൂരാണ്. ആ കൊച്ചിനെ വളരെയധികം വിഷമിച്ചു. രാത്രിയിൽ ഇവിടെ വിശ്രമിച്ചു, രാവിലെ കടന്നു പോകാനിടയായി. അങ്ങനെ ഏതെല്ലാം നിലയിലെ ഓരോ വ്യക്തികളെ സഹായിക്കാൻ പറ്റുമോ ആ നിലയിലൊക്കെ ദൈവത്താൻ സഹായിക്കുകയും അവരെ ആത്മീയമായും അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയും ആര് വന്ന് ചോദിച്ചാലും വിദ്യാഭ്യാസത്തിനാണേലും എന്താവശ്യമാണേലും എന്തിനാണെന്ന് ചോദിക്കാതെ അവർക്ക് കൈനീട്ടി സഹായിക്കുമായ ഒരു മനസ്സുള്ള വ്യക്തിയായിരുന്നു, ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു. കൂടാതെ എൻ്റെ ജീവിതാനുഭവം നോക്കിയാൽ അനേക വേദനകളിൽ കൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ഒരു മകൾ അവളുടെ ചെറിയ പ്രായത്തിൽ 7 വയസ്സുള്ളപ്പോൾ എന്നെ വിട്ടുപോയി. അതെൻ്റെ ജീവിതത്തിൽ വലിയ വേദന ഉളവാക്കിയ ഒരു സംഭവമായിരുന്നു. അതിനുശേഷം എന്നാൽ ദൈവം എനിക്ക് ഒരു മകനെ തന്നു. അവന് ഇന്നിപ്പോഴേ ജോലിയുള്ള ബന്ധത്തിൽ അമേരിക്കയിലായിരിക്കുന്നു. അതിനുശേഷം 2021 ബേയിച്ചാൻ്റെ മരണം എനിക്ക് വളരെയധികം വേദന ഉളവാക്കിയതാണ്. ഇത്ര പെട്ടെന്ന് കടന്നു പോകുമെന്നുള്ള ഒരു ചിന്ത എനിക്കില്ലായിരുന്നു. ജീവിതത്തിലെ ഒറ്റപ്പെട്ട ഒരു അനുഭവമായിരുന്നു എനിക്കത്. എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു നോക്കിയാൽ തൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവ് തനിക്ക് കൊടുത്ത തന്നെ ഏൽപ്പിച്ച ജോലി ഒത്തിരി മാനസിക വിഷമങ്ങൾ താൻ അനുഭവിച്ചു, ഒത്തിരി അവഗണനകൾ താൻ അനുഭവിച്ചു. കൂടാതെ ബേയിച്ചാൻ്റെ മരണം എന്നെ ഒറ്റപ്പെടുത്തി. എന്നാൽ എനിക്ക് വളരെയധികം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വളരെ താങ്ങും ആശ്രയവുമായിരുന്ന എൻ്റെ മൂത്ത മകനും അതേ തുടർന്ന് പെട്ടെന്ന് മരിക്കുവാനിടയായി. ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ എന്നെ തകർന്നു കളഞ്ഞ വേദനകളാണ്. ഇപ്പോഴും ഞാൻ അതിൽ നിന്ന് മോചിതയായിട്ടുണ്ട് എന്നെനിക്ക് പറയാൻ കഴിയുന്നില്ല. പല സംഭവങ്ങളുടെ മുൻപിലും ഞാൻ എന്നോട് തന്നെ പല ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. എങ്കിലും കർത്താവ് എന്നെ കരം പിടിച്ച് ഇതുവരെ കൊണ്ടുവന്നിരിക്കുന്നു. പലരും എന്നോട് ചോദിക്കുന്നുണ്ട്, അമ്മമ്മ എന്തുകൊണ്ടാണ് ഇത്രയും ക്ഷീണിച്ചിരിക്കുന്നത്? ഞാൻ പറയാം, ക്ഷീണിച്ചതല്ലേ ഉള്ളൂ, ശരീരമല്ലേ ക്ഷീണിച്ചുള്ളൂ. ദൈവം എന്നെ എൻ്റെ മാനസിക നിലയിൽ ഇത്രത്തോളം നിലനിർത്തിയിരിക്കുന്ന അതാണ് ഏറ്റവും വലുത് എന്ന് പറയാറുണ്ട്. ജീവിതത്തിൽ മനുഷ്യൻ ഒറ്റപ്പെടുമ്പോഴും നമ്മൾ ആശ്രയിച്ചുകൊണ്ടിരുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ വിട്ടു പോകുമ്പോഴും ഒക്കെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വേദനകൾ അറിയുന്നത്. എന്നാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേക ആയിരങ്ങൾ ലോകത്തിൻ്റെ വിവിധ സ്ഥാനങ്ങളിലുണ്ട്. കൂടാതെ ഞങ്ങളുടെ ഒരു പെന്തക്കോസ്ത് അനുഭവത്തെക്കുറിച്ച് ഞാൻ ചുരുക്കമായിട്ട് പറഞ്ഞാൽ, ബേയിച്ചാൻ്റെ മൂത്ത സഹോദരൻ ജോർജ് ഫിലിപ്പ് ഒരു കർത്താവിൻ്റെ ഒരു നല്ല സുവിശേഷ വേലക്കാരനായിരുന്നു. അങ്ങനെ അവർക്ക് ഒരു പെന്തക്കോസ്ത് പാരമ്പര്യമുണ്ടായിരുന്നു.
എന്നെ അപേക്ഷിച്ച് എൻ്റെ അമ്മയുടെ ഏറ്റവും ഇളയ സഹോദരനാണ് ആലപ്പുഴ ജോർജ് കുട്ടി പാസ്റ്റർ എന്ന് അറിയപ്പെടുന്ന ത്യാഗിയായ ഒരു സുശേഷകൻ. താൻ തൻ്റെ ജീവിതകാലം മുഴുവനും കർത്താവിന് വേണ്ടി എല്ലാം സമർപ്പിച്ച് മുന്നോട്ട് പോയൊരു വ്യക്തിയാണ്. അങ്ങനെ ഈ രണ്ട് പശ്ചാത്തലങ്ങളെ ഞങ്ങളെ കുടുംബമായി വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനിടയാക്കി. ഞങ്ങളുടെ വിവാഹം നടന്നത് മർത്തോമ സഭയിൽ വെച്ചാണ്. പായിപ്പാട്ട് പോകുമ്പോഴുള്ള വാരിക്കാട് സെഹിയോൻ മർത്തോമ ചർച്ചിൽ വെച്ചാണ് ഞങ്ങളുടെ വിവാഹം നടന്നത്. അതിനുശേഷം മൂത്ത മകനെ ഇവിടെ കുറ്റപ്പുഴ മർത്തോമ പള്ളിയിൽ മാമോദിസയൊക്കെ മുക്കി. അതുവരെയും ഞങ്ങൾ മർത്തോമ സഭയുടെ അംഗങ്ങളായിരുന്നു. തുടർന്നാണ് ഞങ്ങളെ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് കടന്നു വന്നത്. ആ അനുഭവത്തിൽ ഇന്നോളം നിൽക്കുവാൻ ദൈവം സഹായിച്ചു. പല വിധത്തിലുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും കർത്താവ് പിടിച്ച് നിർത്തിയിരിക്കുന്നു. കർത്താവ് കരം പിടിച്ചിരിക്കുന്നു. അവൻ്റെ പുനരുദ്ധാന ശക്തിയാൽ ഞങ്ങളെ കുടുംബമായി നയിക്കുന്നു.